മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ 66 ഒരു വിമാനാപകടത്തിൽ മരിച്ചു. 2026 ജനുവരി 28 രാവിലെ ഏകദേശം 9 മണിയാകാൻ 15 മിനിറ്റ് ഓടെ ബാരമതി വിമാനത്താവളത്തിന് സമീപമാണ് ഈ ദാരുണ അപകടം നടന്നത്. മുംബൈയിൽ നിന്ന് ബാരമതിയിലേക്ക് പോകുകയായിരുന്ന എന്ന രജിസ്ട്രേഷനുള്ള ചാർട്ടേഡ് ബോംബാർഡിയർ ലിയർജെറ്റ് 45XR വിമാനം അടിയന്തരമായി നിലത്തിറക്കാൻ ശ്രമിക്കുന്നതിനിടെ തീപിടിച്ചു തകരുകയായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 5 പേരും ഈ അപകടത്തിൽ മരിച്ചു. പവാറിന് പുറമെ സഹ പൈലറ്റ് ശംഭവി പാഠക്, പൈലറ്റ് സുമിത് കപൂർ, ഫ്ലൈറ്റ് അറ്റൻഡന്റ് പിങ്കി മാലി, പവാറിന്റെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ വിദിപ് ജാദവ് എന്നിവരാണ് മരിച്ചവരിൽ ഉൾപ്പെടുന്നത്. പവാറിന്റെ രാഷ്ട്രീയ ശക്തികേന്ദ്രമായി അറിയപ്പെടുന്ന പുണെ ജില്ലയിലെ ബാരമതി വിമാനത്താവളത്തിലെ റൺവേയുടെ തുടക്കഭാഗത്താണ് അപകടം സംഭവിച്ചത്. അപകട കാരണം കണ്ടെത്താൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനും DGCA വിമാന അപകട അന്വേഷണ ബ്യൂറോയും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. റൺവേയിൽ തീപിടിച്ചെന്ന റിപ്പോർട്ടുകളും ഈ അന്വേഷണത്തിന്റെ പരിധിയിലുണ്ട്. ഈ ദാരുണ സംഭവം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. ഇത് സംസ്ഥാനത്തിന്റെ ഭരണത്തിലും പാർട്ടി രാഷ്ട്രീയത്തിലും വലിയ പെട്ടെന്നുള്ള മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തൽ. People often ask how this channel puts out content like this so consistently. And honestly, I'm not doing the heavy lifting manually. I'm using Helios. It's the AI engine we built to handle the impossible parts of creation. It is literally the power behind what you just watched. If you want that kind of speed and quality at your fingertips, don't just watch AI build the future. Start building it yourself. Helios is finally open to the public. Check the link in the description and go bring the heat. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ അധികായന്മാരിൽ ഒരാളായിരുന്ന അജിത് പവാർ ഉപമുഖ്യമന്ത്രി എന്ന നിലയിലും NCBയുടെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി സ്വന്തം വിഭാഗത്തിന്റെ തലവൻ എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. 2024 ഫെബ്രുവരിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തിന്റെ ഈ പദവി ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നു. 2024 ഡിസംബർ 5 മുതൽ മുഖ്യമന്ത്രി പദവി വഹിക്കുന്ന ദേവേന്ദ്ര ഫഡ്നാവിസ് അതീവ ദുഃഖം രേഖപ്പെടുത്തി. പവാറിനെപ്പോലെ ഒരു നേതാവിന്റെ വിയോഗം മുൻപെങ്ങുമില്ലാത്ത നഷ്ടമാണെന്നും അത് നികത്താനാവാത്ത ഒരു ശൂന്യതയാണ് ഉണ്ടാക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ശിവസേന UBT MP സഞ്ജയ് റാവത്ത് ജനുവരി 28-നെ വിശേഷിപ്പിച്ചത് മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തിലെ ഒരു കറുത്ത ദിനം എന്നാണ്. ഈ ദുരന്തത്തിന് പിന്നാലെ മഹാരാഷ്ട്ര സർക്കാർ ജനുവരി 28-ന് സംസ്ഥാന അവധി പ്രഖ്യാപിച്ചു. 3 ദിവസത്തെ ദുഃഖാചരണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ദേശീയ പതാക പകുതി താഴ്ത്തിക്കിട്ടും. ജനുവരി 28-ന് സർക്കാർ ഓഫീസുകൾ അടഞ്ഞുകിടന്നു. ജനുവരി 30 വരെ അവ അടഞ്ഞുതന്നെ കിടക്കും. സ്കൂളുകൾക്കും കോളേജുകൾക്കും ജനുവരി 30 വരെ അവധിയാണ്. പവാറിന്റെ ഭൗതിക ശരീരം ജനുവരി 28-ന് പൊതുദർശനത്തിന് വെച്ചിരുന്നു. ജനുവരി 29-ന് രാവിലെ 11 മണിക്ക് വിദ്യാപ്രതിഷ്ഠാൻ മൈതാനത്ത് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് അന്ത്യകർമ്മങ്ങൾ. പവാറിന്റെ അപ്രതീക്ഷിത മരണം മഹാരാഷ്ട്രയിൽ വലിയൊരു രാഷ്ട്രീയ ശൂന്യതയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. രാഷ്ട്രീയ പിളർപ്പുകളെ കൈകാര്യം ചെയ്യുന്നതിലും സ്വന്തം NCB വിഭാഗത്തെ BJP സർക്കാരുമായി ചേർത്തുനിർത്തുന്നതിലും അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടായിരുന്നു. വരാനിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് പ്രചാരണത്തിനായി അദ്ദേഹം ബാരാമതിയിലേക്ക് പോവുകയായിരുന്നു എന്നാണ് വിവരം. അദ്ദേഹത്തിന്റെ ഈ അസാന്നിധ്യം രാഷ്ട്രീയത്തിൽ എത്രത്തോളം പെട്ടെന്ന് സ്വാധീനം ചെലുത്തുമെന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഈ സംഭവം NCBയുടെ ഭാവി നേതൃത്വത്തെക്കുറിച്ചും സുപ്രിയ സുളെ അടക്കമുള്ള നേതാക്കളെ ഇത് എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ചുമെല്ലാം പല ചോദ്യങ്ങൾക്കും വഴിയൊരുക്കുന്നുണ്ട്. മുംബൈ, പൂനെ, നാഗ്പൂർ പോലുള്ള പ്രധാന നഗരങ്ങളിലടക്കം സംസ്ഥാനത്തുടനീളം അവധിയും സ്ഥാപനങ്ങൾ അടച്ചിടലുമൊക്കെയായി ലക്ഷക്കണക്കിന് ആളുകളെ ഇത് ബാധിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പവാറിന്റെ വിയോഗത്തിന് എത്ര വലിയ പ്രാധാന്യമുണ്ടെന്നത് വ്യക്തമാക്കുന്നു. വിമാന അപകടത്തെക്കുറിച്ച് വ്യോമയാന അധികാരികളുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. വിമാന സുരക്ഷാ പ്രോട്ടോക്കോളുകളെക്കുറിച്ചും അപകടത്തിന് കാരണമായേക്കാവുന്ന മറ്റു ഘടകങ്ങളെക്കുറിച്ചും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇത് പുറത്തു കൊണ്ടുവന്നേക്കാം. ഇത് കൂടുതൽ വലിയ രീതിയിൽ പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരാനും സാധ്യതയുണ്ട്. I hope you got some value out of this video. And if you're sitting there thinking you want to build something like this yourself, you don't have to start from scratch. I built Helios to give creators an unfair advantage. It takes the heavy lifting out of the process so you can focus on the ideas. It's exactly what I use, and now it's available for you too. The link is in the description. Don't just watch the future. Go build it with Helios. I'll see you in the next one.